ഹലോ ഫ്രണ്ട്സ്, ടെക് ജോഗ്രഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സോണിയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. സോണി തങ്ങളുടെ സ്മാർട്ട് ഫോണിന് സെക്കൻഡ് ജനറേഷൻ ഫ്ലാഗ്ഷിപ്പിന് എക്സ്പീരിയ 1 Mark II എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് പുറത്തു വരുന്നത് 2020 ഫെബ്രുവരിയിൽ നടന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസ്സിലാണ്. അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് സോണി ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. US UK ഇപ്പോൾ പ്രീ ഓർഡറിന് ലഭ്യമാണ്. തുടർന്ന് മറ്റ് രാജ്യങ്ങളിലും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കാണാം. അപ്പോൾ ഒരു 6.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു 4K ഡിസ്പ്ലേ ആണ് സോണി Xperia 1 Mark IIനുള്ളത്. 643 pixels per inch പിക്സൽ ഡെൻസിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണിത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 21:9 റേഷ്യോയിലാണ് ഈ സ്ക്രീനുള്ളത്. വണ്ണം കുറഞ്ഞിട്ട് നീളം കൂടിയ ആ ഒരു മെത്തേഡാണ് സോണി അവലംബിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഹാർഡ്വെയർ ആണ് സോണി തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 865 ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം Adreno 650 GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 4000 mAh ബാറ്ററിയാണ് സോണി ഇതിന് നൽകിയിരിക്കുന്നത്. 4000 mAh എന്ന് പറയുമ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ അതൊരു ചെറിയ ബാറ്ററിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഗാലക്സി S20 Ultra എടുത്ത് നോക്കിയാൽ 5000 mAh ഉണ്ട്. ഈവൻ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് എടുത്ത് നോക്കിയാൽ 5000 6000 mAh ഉള്ള സ്മാർട്ട് ഫോൺസ് ആണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഈ 4000 mAh എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 865 ആയതുകൊണ്ട് തന്നെ, അത് മാത്രമല്ല വയർലെസ് ചാർജിങ്ങും ഫാസ്റ്റ് ചാർജിങ്ങും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4000 mAh എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ യൂസിന് പറ്റിയ രീതിയിലുള്ള ബാറ്ററി തന്നെയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 12 മെഗാപിക്സലിന്റെ 3 ക്യാമറകളാണ് നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം ഒരു 3D സെൻസറും കൂടെ സോണി നൽകിയിട്ടുണ്ട്. നമ്മൾ സ്മാർട്ട് ഫോൺസിന്റെ ക്യാമറ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം 8 ആയിരുന്നു, 12 ആയി, 12 പിന്നെ 16 ആയി, 16 പിന്നെ 20 ആയി, 25 ആയി, 32 ആയി, 35 ആയി, 40 ആയി, 48 ആയി, 64 ആയി, 64 ഇപ്പോൾ 108 വരെ ആയി നിൽക്കുകയാണ്. അടുത്ത് 128 മെഗാപിക്സലിന്റെ ക്യാമറ വരാൻ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് സോണി ഉപയോഗിച്ചിരിക്കുന്ന 3 ക്യാമറകളും 12 മെഗാപിക്സലിൻ്റെയാണ്. അപ്പോൾ ഈ 12 മെഗാപിക്സലിന്റെ ഒരു സാധാരണ നോർമൽ ക്യാമറയുണ്ട്. അടുത്ത് 12 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 12 മെഗാപിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസുമാണുള്ളത്. ഇത് മൂന്നിലും ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയും അതോടൊപ്പം വൈഡ് ആംഗിൾ ആയാലും ടെലിഫോട്ടോ ആയാലും വളരെ ക്ലാരിറ്റിയുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള പിക്ചേഴ്സാണ് ഈ സ്മാർട്ട് ഫോൺ നൽകുന്നത്. മറ്റൊരു പ്രത്യേകത, സോണി ഇതിൽ സോണിയുടെ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള 2 ആപ്ലിക്കേഷൻസ് കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി പ്രോയും സിനിമാറ്റോഗ്രാഫി പ്രോയും. അപ്പോൾ ഇത് രണ്ടും, ഫോട്ടോഗ്രാഫി പ്രോ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫ് എടുക്കാൻ വേണ്ടി ഉള്ള ഒരു ആപ്പും അതോടൊപ്പം സിനിമാറ്റോഗ്രാഫി പ്രോ എന്ന് പറയുന്നത് വീഡിയോ എടുക്കാനുള്ള ഒരു ആപ്പുമാണ്. ഇത് രണ്ടിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് സോണിയുടെ ആൽഫ ക്യാമറകളിലുള്ള അതേ സെറ്റപ്പാണ് ഈ 2 ആപ്പുകളിൽ നൽകിയിട്ടുള്ളത്. മാനുവലി ഉള്ള സകല സെറ്റപ്പും അല്ലെങ്കിൽ സകല കാര്യങ്ങളും ഈ ആപ്പുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോട്ടോയും വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. IS ആയിക്കോട്ടെ, ഷട്ടർ സ്പീഡ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ സോണിയുടെ ആൽഫ ക്യാമറകൾ അല്ലെങ്കിൽ DSLR ക്യാമറകളിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും ഈ ഒരു ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിലൂടെ സോണി ഉദ്ദേശിക്കുന്നത്. നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ഫോട്ടോസാണ് ഈ 3 ക്യാമറ സെൻസേഴ്സ് നമുക്ക് നൽകുന്നത്. സോണി Xperia 1 Mark II റൺ ചെയ്യുന്നത് Android 10 ബേസ് ചെയ്തിട്ടുള്ള OS-ലാണ്. സോണിയുടെ ചെറിയ ട്വീക്സ് ഉള്ളതല്ലാതെ വേറൊരു മാറ്റമില്ല. ഗൂഗിളിൻ്റെ പ്യൂറസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ റാം നോക്കുകയാണെങ്കിൽ 8GB റാമാണ് സോണി നൽകിയിരിക്കുന്നത്. ഒറ്റ റാം വേരിയൻ്റേ ഉള്ളൂ. മറ്റ് ഫാൻസി ആയിട്ടുള്ള 6, 12, 16 ഇങ്ങനെയുള്ള ഒന്നുമില്ല. ജസ്റ്റ് ഒരു റാം വേരിയൻ്റ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ 256 GB ആണ് ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത്. എക്സ്പാൻഡബിലിറ്റിയും സോണി നൽകുന്നുണ്ട്. ഹൈബ്രിഡ് ഡ്യുവൽ സിം ആണ് സോണി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 1 TB വരെ എക്സ്പാൻഡബിലിറ്റിയാണ് സോണി ഇതിൽ നൽകിയിരിക്കുന്നത്. പ്രൊട്ടക്ഷന് വേണ്ടി
കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം IP65-68 വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് പ്രൂഫും നൽകിയിട്ടുണ്ട്. അതായത് വെള്ളത്തിൽ വീണാലോ അല്ലെങ്കിൽ പൊടി അടിച്ചാലോ ഒന്നും ചെയ്യില്ല എന്നതാണ് ഈ IP65-68 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഡിസ്പ്ലേയിലാണ് വരേണ്ടത്. 4K OLED ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും ഡിസ്പ്ലേനാണ്. എന്നാൽ അങ്ങനെയല്ല. സോണി തങ്ങളുടേതായ രീതിയിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പവർ ബട്ടണിൻ്റെ കൂടെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സോണിയുടെ സ്മാർട്ട് ഫോണിൽ മാത്രമാണ് ഇപ്പോഴും ക്യാമറ ഷട്ടർ ബട്ടൺ ഉള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ മറ്റ് കണക്ടിവിറ്റി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 5G ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതോടൊപ്പം Wi-Fi 6ഉം Bluetooth 5, NFC ഇതുപോലുള്ള മറ്റു കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. അത്യാവശ്യമായിട്ടുള്ള എല്ലാ സെൻസേഴ്സും സോണി ഇതിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സെൻസേഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ആവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ബ്ലാക്ക് മാത്രമേ സോണി ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ US ഇപ്പോൾ വന്നിരിക്കുന്ന ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം $1199, അതായത് $1200. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലോട്ട് അത് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം 90,000 രൂപ അടുപ്പിച്ച് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ക്യാമറ ക്വാളിറ്റി ഇഷ്ടപ്പെടുന്നവരും സിനിമാറ്റോഗ്രഫി ഇഷ്ടപ്പെടുന്നവർക്കും ആൽഫ ക്യാമറ യൂസ് ചെയ്തിട്ട് ഇതിലോട്ട് വരുന്നവർക്കും ഇത് നല്ലൊരു സ്മാർട്ട് ഫോണാണ്. സ്മാർട്ട് ഫോൺ ക്യാമറയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സ്മാർട്ട് ഫോണാണ് സോണി Xperia Mark II എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.